സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള പരിപ്പ്, ഇതിപ്പോൾ ഒരു ഏകദേശം 1/4 കിലോ ഉണ്ടാവും. നമുക്കൊന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനമാണ് സാമ്പാർ വെക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. മത്തങ്ങ, വാഴയ്ക്ക, വെള്ളരി, കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, കിഴങ്ങ്, ബീട്രൂട്ട്, പയർ, പച്ചമുളക്, തക്കാളി, വഴുതനങ്ങ, ബീൻസ്, പിന്നെ വെണ്ടയ്ക്ക, ഉള്ളി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടാണ് അതിനകത്തേക്ക്. നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മളിതിനകത്തേക്ക് ഇടാൻ പോകുന്നത് വെണ്ടയ്ക്കയും സവാളയും കൂടെ തനിച്ചിത് വാട്ടിയതാണ്. നമുക്കിതിനോട് ഇട്ടു കൊടുക്കാം. നമ്മളിതിനോട് ഇട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു സാമ്പാർക്കുള്ളൊരു കൊഴുപ്പ് പോലെയാകും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാട്ടിയിടുന്നത്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളതിലേക്ക് മൂപ്പിച്ച് വെച്ച മസാല ഇടാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയാണ് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ വറുത്തരച്ച തേങ്ങയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു തേങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. വെള്ളം ചേർക്കാതെയാണ് തേങ്ങ അരച്ചേക്കുന്നത് മിക്സിയിൽ. ഇനി പുളിവെള്ളം നമ്മൾ ആവശ്യത്തിന് പുളിക്കുള്ള വാളംപുളി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി കടുക് വറുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
സുല്ലേ സൂപ്പറായിട്ടുള്ള സാമ്പാർ.